അടുത്ത യുദ്ധം ഒരുങ്ങുകയാണ്. അത് യമന് നേരെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാജിക് സി എന്ന കപ്പൽ ആക്രമിച്ചു മുക്കിക്കളഞ്ഞ ശേഷം രണ്ടാമത്തെ കപ്പലായ എറ്റർനിറ്റി സി എന്ന കപ്പലിനെയും യമനിലെ ഹൂത്തികൾ ആക്രമിക്കുകയും ശേഷം കപ്പൽ കടലിൽ മുക്കിക്കളയുന്നതിനാവശ്യമായ ഉഗ്ര സ്ഫോടനങ്ങൾ നടത്തി കപ്പലിനെ മുക്കിക്കളയുന്നതും ഹൂത്തികൾ തന്നെ പുറത്തുവിട്ട വീഡിയോയിലൂടെ പുറത്തു വന്ന ശേഷം വലിയ ആശങ്കയിലാണ് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗത മേഖല. ഇസ്രയേലിലേക്ക് ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾ തടയുമെന്നും തകർക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് ഗാസ അധിനിവേശത്തിൻ്റെ ആദ്യ നാളുകളിൽ ഹൂത്തികൾ നടത്തുകയും ഇതേ തുടർന്ന് ചില കപ്പലുകൾ പിടികൂടുകയും ചിലതിനെ ആക്രമിക്കുകയും ഒക്കെ ഹൂത്തികൾ ചെയ്തിരുന്നു. പിന്നീട് വെടിനിർത്തൽ വന്നതോടെ ഹൂത്തികളും ഈ വിഷയത്തിൽ നിന്ന് അല്പം പിറകോട്ട് പോയി. ഇപ്പോൾ ഗസയെ വീണ്ടും പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രയേൽ നടപടിക്കെതിരെ പൂർവാധികം ശക്തിയോടെയാണ് ഹൂത്തികൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം പുറപ്പെടുവിപ്പിച്ച മറ്റൊരു പ്രസ്താവനയിൽ ചെങ്കടൽ കടക്കുന്ന കപ്പലുകൾ അവ ഇസ്രയേൽ ലക്ഷ്യമാക്കുന്നതാണെങ്കിൽ തടയും, ആക്രമിക്കും, പിടികൂടും, കീഴടക്കുമെന്നായിരുന്നു ഹൂത്തികളുടെ ഭീഷണി ഉണ്ടായിരുന്നത്. ഇതുവഴി പോകുന്ന കപ്പലുകൾ തങ്ങളുടെ അനുമതി തേടണമെന്ന നിർദ്ദേശവും ഹൂത്തികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ മാജിക് സിയും എറ്റർനിറ്റി സിയും ഇത് ലംഘിച്ചു എന്നാണ് ഹൂത്തികളുടെ വിശദീകരണം ഉണ്ടാകുന്നത്. എറ്റർനിറ്റിയെ ആക്രമിച്ചതിലൂടെ ചരക്കുകൾ പിടിച്ചെടുക്കുകയും 3 നാവികർ കൊല്ലപ്പെടുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് നിയന്ത്രിത എറ്റർനിറ്റി സി എന്ന കപ്പലിൽ 25ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിങ്കളാഴ്ച ചെറിയ ബോട്ടുകളിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ഹൂത്തികൾ കപ്പലിന് നേരെ തൊടുക്കുകയും സാരമായ കേടുപാടുകൾ കപ്പലിന് സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. കപ്പൽ ജീവനക്കാരെ പിടികൂടി. ചിലരൊക്കെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയോ അല്ലെങ്കിൽ സംഘടനത്തിൻ്റെ ഭാഗമായൊക്കെ കടലിൽ വീഴുകയോ ഒക്കെ ചെയ്തു. 21 ക്രൂ അംഗങ്ങൾ ഇതിൽ ഫിലിപ്പീൻസുകാരാണ്. ആക്രമണത്തിൽ ഗുരുതരമായി ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ റഷ്യൻ പൗരനാണ് എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ 2 കപ്പലുകളാണ് ഹൂത്തികൾ കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നത്. 2023 നവംബർ മുതൽ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും മിസൈൽ, ഡ്രോണുകൾ, ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഏകദേശം 70ഓളം ചരക്ക് കപ്പലുകളെ മാത്രം ഹൂത്തികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നേരത്തെയും 2 കപ്പലുകൾ ഹൂത്തികൾ മുക്കിക്കളഞ്ഞിരുന്നു. മൊത്തം 7 പേർ ഈ 4 കപ്പൽ മുക്കിക്കളഞ്ഞ 4 സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ 70ഓളം കപ്പലുകൾ ആക്രമിച്ച സംഭവങ്ങൾ അല്ലെങ്കിൽ പിടികൂടിയ സംഭവങ്ങൾ, ഇതിൽ 7 പേർ ഇതോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെയാണ് വീണ്ടും യമന് നേരെയുള്ള ഒരു ആക്രമണ സാധ്യത വർദ്ധിച്ചു വന്നിരിക്കുന്നത്. നേരത്തെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള 11 പാശ്ചാത്യ ശക്തികളുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കുകയും യുദ്ധം ആരംഭിക്കാൻ പദ്ധതിയിടുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഈ വിഷയത്തോട് അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊപ്പം ചേരാൻ കഴിഞ്ഞില്ല. അവർ ആ സഖ്യത്തിൽ നിന്ന് പുറത്തു പോവുകയും ഹൂത്തികൾക്കെതിരായ നീക്കത്തിൻ്റെ ശക്തി ഇതോടെ കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു. ഹൂത്തികൾക്ക് പിറകിൽ ഇറാനാണെന്നും ഇറാനിലെ ഷിയ വിഭാഗമാണെന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം വരികയും അത് ഇറാന് നേരിട്ട് ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യവും സാധ്യതകളും അതൊക്കെ തന്നെയാണ്. യമനിലെ ഷിയ സമുദായത്തിലെ സയ്യിദി വിഭാഗത്തെ അടിസ്ഥാനമാക്കി വളർന്ന ഒരു ഗ്രൂപ്പാണ് ഹൂത്തികൾ. 1990കളിൽ സൈനിക സാധ്യതകളോട് കൂടിയ ഒരു പ്രാദേശിക കൂട്ടായ്മയായിട്ടായിരുന്നു ഇവരുടെ തുടക്കമുണ്ടായിരുന്നത്. ഇന്ന് ഇറാന്റെ പിന്തുണയോടെ മേഖല കേന്ദ്രീകരിച്ചു ഒരു ഇന്റർനാഷണൽ ഫാക്ടറായി ഈ ഹൂത്തികൾ വളരെ പെട്ടെന്ന് മാറുകയും അവർ വലിയ സൈനിക ശക്തിയായി വളരുകയും അവർ വലിയ ലോകത്തിലെ സൈനിക ശക്തികളുടെ എല്ലാ കെട്ടും മട്ടും സംവിധാനങ്ങളും ഉറപ്പിക്കുകയും അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളുടെ ബലം അവരുടെ കൈകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും അവരുടെ നിലപാട് പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആക്രമണത്തെ സാധൂകരിക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളുമൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സംവിധാനങ്ങളോട് കൂടിയ ഒരു സംവിധാനമായിട്ട് തന്നെ മാറുകയാണ്. അൽ ഹൂത്തി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഇവരുടെ ശൈലി നേരത്തെ അറബ് രാഷ്ട്രങ്ങൾക്കെതിരെയും ഉണ്ടായിരുന്നു. നിരന്തരമായി സൗദി അറേബ്യ ആക്രമിക്കുന്ന നടപടിയിലേക്ക് ഹൂത്തികൾ കടന്നിരുന്നു. ഇതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നോട്ടപ്പുള്ളിയായി യമനും ഹൂത്തികളുമൊക്കെ. പിന്നീട് 2023 ചൈനയുടെ നേതൃത്വത്തിൽ ഇറാനും സൗദിക്കും ഇടയിൽ ഒരു ചർച്ച നടക്കുകയും ഇതോടെയാണ് സൗദിക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ഹൂത്തികൾ പിറകോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഹൂത്തികൾക്ക് പിറകിൽ കരുക്കൾ നീക്കുന്നത് ഇറാനാണെന്നതൊരു തുറന്ന സത്യമാണ്. ഹൂത്തികൾക്ക് സാങ്കേതികമായ പിന്തുണയും ആയുധങ്ങളും നൽകുന്നതും ഇറാനാണെന്ന് അമേരിക്കയും
ബ്രിട്ടനും ഒപ്പം തന്നെ UN ഒക്കെ നിരവധി തവണകളിലായി ചർച്ച നടത്തുകയും നിരീക്ഷിക്കുകയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. സഫർ ക്ലാസ് ഡ്രോൺസ്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ എന്നിവയിൽ ഹൂത്തികളുടെ നേട്ടങ്ങൾ പൂർണ്ണമായും ഇറാന്റെ സാങ്കേതിക സഹായത്തോടെയാണ് എന്ന വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗ്ലോബൽ ഓയിൽ സപ്ലൈ, ഇന്ത്യൻ എക്സ്പോർട്ട്, യൂറോപ്യൻ ഇമ്പോർട്ട്സ് എല്ലാം ഹൂത്തി ആക്രമണങ്ങളാൽ നേരിട്ടായും പരോക്ഷമായും ഇതിനെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 നോക്കുമ്പോൾ റെഡ് സീ വഴി കടക്കുന്ന ചരക്കുകളുടെ 35% വരെ ആൾട്ടർനേറ്റ് റൂട്ടിൽ പോകുന്നു എന്നതാണ് ഒരു വലിയ പ്രശ്നം. ഇത് വലിയ സാമ്പത്തിക പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കുകയാണ്. മാത്രവുമല്ല ഹൂത്തികളുടേത് നേരിട്ടുള്ള ആക്രമണങ്ങളാണെങ്കിൽ മറ്റ് ആഫ്രിക്കൻ തീരങ്ങളൊക്കെ ചുറ്റി കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അവിടെ ഈ ഹൂത്തി ആക്രമണങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കാലത്ത് വലിയ ഭീഷണികൾ നേരിട്ടിരുന്ന സ്ഥലം ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ്. പക്ഷേ ഹൂത്തികളുടെ ഈ ഒരു ആക്രമണത്തെ അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ആ മേഖലയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമോ എന്ന ഭയവും അതോടൊപ്പം തന്നെ അതുവഴിയുള്ള വലിയ ഇന്ധന പ്രശ്നങ്ങളും മറ്റ് കടലിൻ്റെ രൂപവും മാതൃകയും വെല്ലുവിളികളും ഒക്കെ ആ ഗതാഗതത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അത് ഓരോ രാജ്യത്തെയും ചരക്ക് നീക്കങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് ലോകം വിലയിരുത്തുന്നതും. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഇവിടെ ഹൂത്തികൾക്കെതിരെ ഇതുവരെ രൂക്ഷമായ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നതും സത്യമാണ്. ഹൂത്തി ഗ്രൂപ്പിനെ പൂർണ്ണമായി ഇന്റർനാഷണൽ ടെറർ ഓർഗനൈസേഷൻ ആണ് എന്ന് പ്രഖ്യാപിക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകാത്തതും വിഷയത്തിൽ ഹൂത്തികൾക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. വിഷയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങളും ഏറെ നിർണായകമാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമം എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമവും സംവിധാനങ്ങളും ഒക്കെയാണ്. ഈ നിയമത്തോടുള്ള വെല്ലുവിളിയാണ് ഹൂത്തികളുടേത് എന്ന പാശ്ചാത്യവാദത്തിന് ഈ രാജ്യങ്ങൾ നയം വ്യക്തമാക്കേണ്ടി വരും എന്നതും ഹൂത്തികളുടെ മുൻപിൽ ഒരുപക്ഷെ ഇവർക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള ഒന്നാണ്. യമനിൽ ആക്രമണം നടത്തുന്നു എന്നതിനപ്പുറം ചെങ്കടലിലെ ഹൂത്തികളുടെ സാന്നിധ്യം അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ ബ്രിട്ടനോ കഴിയില്ല എന്നുള്ള നിരീക്ഷണം തന്നെയാണ് ആഗോളതലത്തിൽ മുഴുക്കെ വന്നുകൊണ്ടിരിക്കുന്നതും. ഇറാന്റെ ശക്തമായ പിന്തുണ യമനും ഹൂത്തികൾക്കും ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് തന്നെ ഹൂത്തികളുടെ ഭാവി കൃത്യമായി പ്രവചിക്കാൻ കഴിയുകയില്ല. എന്നാൽ താഴെ പറയുന്ന സാധ്യതകളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഒരു വലിയ മഹായുദ്ധം സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു ലോ ഇന്റൻസിറ്റി പ്രോക്സി വാറായി തുടരാൻ തന്നെയാണ് സാധ്യത. ഇത് ആഗോള വ്യാപാര വ്യവസ്ഥകൾ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. ആ രീതിയിലേക്കാണ് ഇനി ഈ മേഖലയുമായി ബന്ധപ്പെട്ട യുദ്ധം നടക്കുകയാണെങ്കിലും അല്ലെങ്കിലും സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. waytonikah.com, the exclusive Muslim matrimonial site.